ഞാൻ അമ്മയെ കൊന്നു, എനിക്കിനി അച്ഛനെ കൂടി കൊല്ലണം. എന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണ്. സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ക്രിസ്റ്റി എന്ന യുവാവ് അയൽവാസിയോട് പറഞ്ഞതാണിത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് കണ്ണൂർ കേളകം സ്വദേശി തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മയെ മകൻ ക്രിസ്റ്റി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ലഹരിയുടെ വിഭ്രാന്തിയാണോ പെറ്റമ്മയുടെ ജീവനെടുക്കാൻ യുവാവിനെ പ്രേരിപ്പിച്ചത്? ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തിയതാണ്. നാടിനെ നടുക്കിയ കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ലഹരിക്കടിമയായ മകനെ നേരായ വഴിക്ക് നടത്താൻ അമ്മ നൽകിയ ഉപദേശങ്ങൾ ക്രിസ്റ്റിക്ക് തീരാ പകയായി മാറുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ലഹരി മാഫിയയുടെ സ്വാധീനം ക്രിസ്റ്റിക്ക് മേൽ എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. അതിദാരുണമായ സംഭവത്തിനാണ് കണ്ണൂർ കൊളക്കാട് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയായിരുന്നു സംഭവം. മഹിളാ മോർച്ചയുടെ നേതാവായ മടത്തിപ്പറമ്പിൽ ഗീത എന്ന 50-കാരിയാണ് കൊല്ലപ്പെട്ടത്. മകൻ 25 വയസ്സുള്ള ക്രിസ്റ്റി കൊലയ്ക്ക് ശേഷം സ്വമേധയാ കേളകം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വീട്ടിൽ ഇരുവരും തമ്മിൽ പതിവായി വഴക്കുണ്ടായിരുന്നുവെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും വീട്ടിൽ നിന്ന് പതിവ് പോലെ ബഹളമുണ്ടായിരുന്നു. സ്ഥിരമായി ഉണ്ടാകുന്നതിനാൽ അയൽവാസികളാരും തന്നെ ഇതത്ര കാര്യമായി എടുത്തിരുന്നില്ല. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ക്രിസ്റ്റി വീടിനകത്തുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഗീതമ്മയുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തി കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് അയൽവാസികളെത്തുമ്പോൾ ഗീതമ്മയുടെ സഹോദരന്മാരും ഇവിടെ എത്തിയിരുന്നു. ഇവരും ക്രിസ്റ്റിയും തമ്മിൽ സംഘടന നടക്കുകയായിരുന്നുവെന്നും പിടിച്ചുമാറ്റുമ്പോഴാണ് പെങ്ങളെ കൊന്നുവെന്ന് ഇവരിൽ ഒരാൾ പറഞ്ഞതെന്നും ഗീതമ്മയുടെ വീടിന് സമീപത്തായുള്ള ഇവരുടെ തന്നെ വാടക കെട്ടിടത്തിലെ താമസക്കാരൻ നിപുൻ പറഞ്ഞു. അകത്ത് കയറി നോക്കിയപ്പോൾ ഗീതമ്മ കിടക്കയിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഈ സമയം അയൽവാസിയായ ദിലീപെത്തിയാണ് പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചത്. ഇതിനിടെ അടുത്ത കടയിലേക്ക് പോയ പ്രതിയുടെ പിന്നാലെ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചു. തുടർന്ന് ക്രിസ്റ്റിയെ സ്കൂട്ടറിൽ കയറ്റി സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. ഞാൻ അമ്മയെ കൊന്നു, എനിക്കിനി അച്ഛനെ കൂടി കൊല്ലണമെന്നാണ് ക്രിസ്റ്റി പറഞ്ഞത്. തന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണെന്നും ഇനി അവർ ഉപദേശിക്കേണ്ട കാര്യമില്ലെന്നും പ്രതി പറഞ്ഞതായി നിപുൻ വ്യക്തമാക്കി. സംഭവ സമയം ലഹരി ഉപയോഗിച്ചു എന്ന കാര്യം വ്യക്തമല്ല. എല്ലാം സ്വബോധത്തോടെയാണ് പറഞ്ഞത്. അവസാനം ഇവനെ അച്ഛനെ കൊല്ലണം എന്ന് ഭയങ്കര പ്രശ്നം, വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നം. അവസാനം ഇവനെ സമാധാനിപ്പിച്ച് ഞാൻ താഴെയുള്ള കടയിൽ കൊണ്ടുവരുത്തി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് കടേൻ്റെ അവിടെ പോയിട്ട് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു നമുക്ക് സ്റ്റേഷനിൽ പോകാടാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഇവൻ ആളെ കൂളായിട്ട് സംസാരിക്കുന്നത്. കാരണം കുറ്റബോധം അങ്ങനത്തെ യാതൊന്നുമില്ല, വളരെ കൂളായിട്ട് ഇവർ സംസാരിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. ഒരു ഇങ്ങനെ ഭയങ്കര ടെററായിട്ട് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നേ ഇല്ല. സ്വബോധത്തോടെയാണ് അതായത് ഇവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം. എന്നുവെച്ചാൽ അത്രയും നോർമലായിട്ട് ഇവർ സംസാരിക്കുന്നത്. പുതിയതായി നിർമ്മിക്കുന്ന റിസോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പിതാവ് തങ്കച്ചൻ ഈ മാസം സ്ഥലത്തില്ലായിരുന്നു. ക്രിസ്റ്റിയുടെ സഹോദരി വിവാഹിതയാണ്. ബംഗളൂരുവിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് നാട്ടിലെത്തിയത്. തുടർന്ന് എറണാകുളത്തായിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് വീട്ടിൽ എത്തിയിരുന്നതെന്നും അയൽവാസികൾ പറയുന്നു. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഗീതമ്മ. കേളകത്തും താന്നിക്കുന്നിലും ബ്യൂട്ടി പാർലറും ടൈലറിംഗ് ഷോപ്പും നടത്തിയിരുന്നു. ഗീതമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബംഗളൂരുവിലെ പഠനകാലത്താണ് ക്രിസ്റ്റി മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയായതെന്നാണ് വിവരം. ലഹരിയുടെ ഉപയോഗം കൂടിയതോടെയാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. മകനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ഗീതമ്മയും കുടുംബവും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ നിത്യസംഭവമായി. മകനെ നേരായ വഴിക്ക് നടത്താൻ അമ്മ നൽകിയ ഉപദേശങ്ങളാണ് ക്രിസ്റ്റിക്ക് തീരാ പകയായി മാറിയത്. യാതൊരു ഭാവമാറ്റവുമില്ലാതെ കൂസലില്ലാതെയാണ് ക്രിസ്റ്റി കേളകം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ലഹരി മൂത്തപ്പോഴുണ്ടായ വിഭ്രാന്തിയിലാണോ അതോ വ്യക്തമായ ആസൂത്രണത്തോടെയാണോ കൊലപാതകം എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.